ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ദ്വിതീയ സ്കന്ധം സപ്തമോധ്യായം 37 ശ്ലോകം വരെ എടുത്തു. 38 ശ്ലോകം തൊട്ട് നമ്മൾ നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ദ്വിതീയ സ്കന്ധേ അഥ സപ്തമോധ്യായഃ. യത്രോദ്യത ക്ഷിതിതലോദ്ധരണായ ബിഭ്രക്രൗഡീം തനും സകലയജ്ഞമയീമനന്ദ അന്തർമഹാർണവ ഉപാഗതമാദിദൈത്യം തം ദംശ്രയാദ്രിമിവ വജ്രധരോ ദദാരാം ജാതോരുചേർ അജനയത് സുയമാൻ സുയജ്ഞ ആകൂതിസൂനുരമരാനഥ ദക്ഷിണായാം ലോകത്രയസ്യ മഹതീമഹരദ്യദാർത്തിം സ്വായംഭുവേന മനുനാ ഹരിതീത്യനൂക്തഃ യജ്ഞേ ച കർദമഗൃഹേ ദ്വിജദേവഹൂത്യാം സ്ത്രീഭിः സമം നവഭിരാത്മഗതിം സ്വമാത്രേ ഊജേയാത്മശമലം ഗുണസംഗപംഗമസ്മിൻ വിധൂയ കപിലസ്യ ഗതിം പ്രപേദേ അത്രേരപത്യമഭികാംക്ഷത ആഹ തുഷ്ടോ ദത്തോ മയാഹമിതി യദ്ഭഗവാൻ സദത്തഃ യത്പാദപങ്കജപരാഗപവിത്രദേഹാ യോഗർദ്ധിമാപരുഭയീം യദുഹൈഹയാദ്യാഃ തപ്തം തപോ വിവിധലോകസുസൃക്ഷയാ മേ ആദൗ സനാൽ സ്വതപസ ചതുസ്സനോഭൂത് പ്രാക്കൽപ്പസംപ്ലവവിനഷ്ടമിഹാത്മതത്വം സമ്യക് ജഗാദമുനയോ യതജക്ഷതാത്മൻ ധർമ്മസ്യ ദക്ഷദുഹിതര്യജനിഷ്ടമൂർത്തിയാം നാരായണോ നരൈതി സ്വതപപ്രഭാവഃ ദൃഷ്ട്വാത്മനോ ഭഗവതോ നിയമാവലോപം ദേവ്യസ്തനംഗപ്രതനാ ഘടിതും ന ശേകുഃ കാമം ദഹന്തി കൃതിനോ നനു രോഷ ദൃഷ്ട്യാ രോഷം ദഹന്തമുദതേ ന ദഹന്ത്യസഹ്യം സോയം യദന്തരമലം പ്രവിശൻ ബിഭേദി കാമകഥം ന പുനരസ്യ മനഃ ശ്രയേത വിദ്ധസ്തപത്യുദിതപത്രിഭിരന്തിരാജ്ഞ്യോ ബാലോപി സന്നുപഗതസ്തപസേവനാനി തസ്മാ അദാത് ധ്രുവഗതിം ഗൃണതേ പ്രസന്നോ ദിവ്യാസ്തു വന്തി മുനയോ യദുപര്യഥാസ്താത് യദ്വേനമുത്പഥഗതം ദ്വിജവാക്യവജ്രവിപ്ലുഷ്ടപൗരുഷഭഗം നിരയേ പദന്തം ത്രാത്വാർത്ഥിതോ ജഗതി പുത്രപദം ച ലേഭേ ദുഗ്ധാവസൂനി വസുധാ സകലാനി യേന നാഭേരസാ വൃഷഭ ആസ സുദേവി സൂനുർ യോ വൈ ചചാര സമദൃഗ്ജടയോ ഗജര്യാം യത്പാരമഹംസ്യമൃഷയഃ പദമാമനന്തി സ്വസ്ഥപ്രശാന്തകരണ പരിമുക്തസംഗഃ സത്രേ മമാസ ഭഗവാൻ ഹയശീർഷാഥോ യാ സാക്ഷാത് സയജ്ഞപുരുഷസ്തപനീയവർണ്ണ ഛന്ദോമയോ മഖമയോഖിലദേവതാത്മാ വാചോ ബഭൂവുരുഷധീശ്വസതോസ്യ നസ്തഃ മത്സ്യോ യുഗാന്തസമയേ മനുനോപലബ്ധഃ ക്ഷോണീമയോ നിഖിലജീവനികായ കേതഃ വിശ്രംസിതാനുരുഭയേ സലിലേ മുഖാന്മേ ആദായ തത്ര വിജഹാരഹ വേദമാർഗാൻ ക്ഷീരോദധാവമരദാനവയൂഥപാനാം ഉന്മത്നതാം അമൃതലബ്ധയ ആദിദേവഃ പൃഷ്ഠേന കച്ഛപവപുർവിദധാരഗോത്രം നിദ്രാക്ഷണോദ്രിപരിവർത്തക കഷാണകണ്ഡൂഃ ത്രൈവിഷ്ടപോരുഭയഃ സനൃസിംഹരൂപം കൃത്വാ ഭ്രമൽഭൃഗുഡിദംഷ്ട്രകരാളവക്ത്രം ദൈത്യേന്ദ്രമാശുഗതയാഭിപതന്തമാരാദ്ദൂരൗ നിപാത്യ വിദധാരനഖൈഃ സ്ഫുരന്തം അന്തഃസരസ്യുരുബലേന പദേ ഗൃഹീതോ ഗ്രാഹേണ യൂഥപതിരംബുജഹസ്ത ആർത്തഃ ആഹേദമാദിപുരുഷാഖിലലോകനാഥ തീർത്ഥശ്രവണമംഗളനാമധേയ ശ്രുത്വാ ഹരിസ്തമരണാർത്ഥിനം അപ്രമേയശ്ചക്രായുധ പദകരാജഭുജാധിരൂഢഃ ചക്രേണ നക്രവദനം വിനിപാട്യ തസ്മാധസ്തേ പ്രഗൃഹ്യ ഭഗവാൻ കൃപയോജ്ജഹാര യായാൻ ഗുണൈരവരജോപ്യതിതേ സുതാനാം ലോകാൻ വിചക്രമയിമാൻ യദദാധി യജ്ഞഃ ക്ഷ്മാം വാമനേന ജഗൃഹേ ത്രിപദച്ഛലേന യാഞ്ചാമൃതേ പഥിചരൻ പ്രഭുഭിർന ചാല്യഃ നാർത്ഥോ ബലേരയമുരുക്രമപാദശൗച ആപശിഖാധൃതവതോ വിബുധാധിപത്യം യോ വൈ പ്രതിശ്രുതം ഹൃദേന ചികീർഷദന്യദാത്മാനമംഗശിരസാ ഹരയേ ഭീമേനേ തുഭ്യം ച നാരദഭൃശം ഭഗവാൻ വിവൃദ്ധ ഭാവേന സാധു പരിതുഷ്ട ഉവാച യോഗം ജ്ഞാനം ച ഭാഗവതമാത്മസതത്വദീപം യദ്വാസുദേവ ശരണാ വിതുരഞ്ജസൈവ ചക്രം ച ദിക്ഷു അവിഹതം ദശസു സ്വതേജോ മന്വന്തരേഷു മനുവംശധരോ ബിഭർത്തി
ദുഷ്ടേഷു രാജസുതമം വ്യദധാത് സ്വകീർത്തിം സത്യേത്ര പൃഷ്ഠ ഉശതിം പ്രഥയംശ്ചരിത്രൈഃ ധന്വന്തരിശ്ച ഭഗവാൻ സ്വയമേവ കീർത്തിർ നാംനാ നൃണാം പുരുരുജാം രുജ ആശുഹന്തി യജ്ഞേ ച ഭാഗം അമൃതായുരവാവരുന്ധേ ഭാഗമൃതായുര അവാവരുന്ധ ആയുശ്ച വേദമനുശാസ്ത്യവതീര്യലോകേ ക്ഷത്രം ക്ഷയായ വിധിനോപഭൃതം മഹാത്മാ ബ്രഹ്മധൃഗുജ്ജിതപഥം നരകാർത്തിലിപ്സു ഉദ്ധന്ത്യസാവനികണ്ഡക ഉഗ്രവീര്യ സ്തൃത്സപ്തകൃത്വ പുരുധാരപരശ്വതേന അസ്മത്പ്രസാദ സുമുഖ കലയാകലേശ ഇക്ഷ്വാകുവംശ അവതീര്യ ഗുരോർദിദേശേ തിഷ്ഠൻവരം സദൈതാനുജ ആവിവേശ യസ്മിൻ വിരുദ്ധ ദശകന്ധര ആർത്തിമാർച്ഛത് യസ്മാ അദാ ഉദധിരൂഢ ഭയാംഗവേപോ മാർഗം സപദ്യരിപുരം ഹരവദ്ദിദക്ഷോः ദൂരെ സുഹൃന്മഥിതരോഷ സുശോണദൃഷ്ട്യാ താദപ്യമാനമകരോർഗ നക്രചക്രഃ വക്ഷസ്ഥലസ്പർശരുഗ്ണമഹേന്ദ്രവാഹ ദന്തൈർവിഡംബിതകകുബ്ജുഷ മൂഢഹാസം സദ്യോസ്സുഭിः സഹ വിനേഷ്യതി ദാരഹർത്തുർവിസ്ഫൂർജിതൈർധനുഷ ഉച്ചരതോധിസൈന്യേ ഭൂമേः സുരേതരവരൂഥവിമർദിതായാः ക്ലേശവ്യയായ കലയാ സിതകൃഷ്ണകേശः ജാതകരിഷ്യതി ജനാനുപലക്ഷ്യ മാർഗഃ കർമാണി ചാത്മമഹിമോപനിബന്ധനാനി തോഗേന ജീവഹരണം യദുലൂകികായാസ്ത്രൈമാസികസ്യ ച പദാ ശകടോപവൃത്തഃ യദ്രിംഗദാന്തരഗതേന ദിവി സ്പൃശോർവാ ഉന്മൂലനം ത്വിതരഥാർജുനയോർന്ന ഭാവ്യം യദ്വൈ വ്രജേ വ്രജപശൂൻ വിശതോയപീഥാൻ പാലാം സ്വജീവയദനുഗ്രഹ ദൃഷ്ടിവൃഷ്ട്യാ തച്ഛുദ്ധയേതി വിഷവീര്യവിലോലജിഹ്വം ഉച്ചാടയിഷ്യദുരുഗം വിഹരൻ ഹൃദിന്യാം തത്കർമ്മ ദിവ്യമിവ നിശി നിശ്ചയാനം ദാവാഗ്നിനാ ശുചിവനെ പരിദഹ്യമാനെ ഉന്നേഷ്യതി വ്രജമതോവസിതാന്തകാലം നേത്രേ പിധായ സബലോ അധിഗമ്യ വീര്യഃ ഗൃഹീത യദ്യതുപബന്ധം അമുഷ്യമാതാ ശൂൽബം സുതസ്യ തു തത്തദമുഷ്യമാദി യജ്ജൃംഭതോസ്യ വദനെ ഭുവനാനി ഗോപീ സംവീക്ഷ്യ ശങ്കിതമനാ പ്രതിബോധിതാസീത് നന്ദം ച മോക്ഷതി ഭയാദ് വരുണസ്യ പാശാദ് ഗോപാൻ ബിലേഷു ഭീതാൻ മയസൂനുനാ ച അന്യാപൃതം നിശിശയാനമതിശ്രമേണാലോകം വികുണ്ഠം ഉപനേഷ്യതി ഗോകുലം സ്മ ഗോപൈർമഖേ പ്രതിഹത്തെ വ്രജവിപ്ലവായ ദേവേഭിവർഷതി പശൂൻ കൃപയാ രിരക്ഷുഃ ധർത്തോച്ഛിലീന്ധ്രമിവ സപ്തദിനാനി സപ്തവർഷോ മഹീധ്ര അനഘൈകകരേ സലീലം ക്രീഡൻ വനേ നിശാകരരശ്മിഗൗര്യാം രാസോന്മുഖക്കളപദായതമൂർച്ഛിതേന ഉദ്ദീപിതസ്മരരുജാം വ്രജഭൃദ്വധൂനാം ഹർത്തുർഹരിഷ്യതി ശിരോ ധനദാനുഗസ്യ യേ ച പ്രലംബഖരദർദുരകേശ്യരിഷ്ടമല്ലേഭകംസയവനാഃ കുജപൗണ്ഡ്രകാദ്യാഃ അന്യേ ച സാൽവകപി ബൽവലദന്തവക്ത്രസ്വത്തോക്ഷശംബരവിദൂരധരുഗ്മിമുഖ്യാഃ യേ വാമൃധേ സമിതി ശാലിന ആർത്തജാവഹ കാംബോജമാത്സ്യ കുരുകൈകയ സഞ്ജയാദ്യാഃ യാസ്യന്ത്യദർശനമലം ബലപാർത്ഥഭീമവ്യാജാഹ്വയേന ഹരിണാ നിലയം തദീയം കാലേന മീലിതധിയാ അവമൃശ്യ നൃണാം സ്തോകായുഷാം സ്വനിഗമോപദൂരപാരഃ ആവിർഹിതസ്ത്വനുയുഗം സഹി സത്യവത്യാം വേദദ്രുമം വിടപശോ വിഭജിഷ്യതി സ്മ ദേവദ്വിഷാം നിഗമവത്മനിധിഷ്ഠിതാനാം പൂർഭിർമയേന വിഹിതാഭിരദൃശ്യേഷു ദൂർഭിഃ ലോകാൻ ഘ്നതാം മതിവിമോഹമതിപ്രലോഭം വേഷം വിധായ ബഹു ഭാഷ്യത ഔപധർമ്മ്യം യർഹ്യാലയേഷ്വപി സതാം ന ഹരേ കഥാസ്യു പാഖണ്ഡിനോ ദ്വിജജനാ വൃഷളാ ദേവാഃ സ്വാഹാ സ്വധാ വഷടിതി സ്മഗിരോ നയത്ര ശാസ്താ ഭവിഷ്യതി കലേർ ഭഗവാൻ യുഗാന്തേ. ഇതാണ് അടുത്ത ശ്ലോകം 38. യർഹ്യാലയേഷ്വപി സതാം ന ഹരേഃ കഥാസ്യുപാഖണ്ഡിനോ ദ്വിജജനാ വൃഷളാ നൃദേവാഃ സ്വാഹാ സ്വധാ വഷടിതി സ്മഗിരോ നയത്ര ശാസ്താ ഭവിഷ്യതി കലേർ ഭഗവാൻ യുഗാന്തേ.
യുഗത്തിൻ്റെ അന്ത്യത്തിൽ, കലിയുഗത്തിൻ്റെ അന്ത്യത്തിൽ, യുഗാന്ത്യത്തിൽ യർഹ്യാലയേഷ്വപി സദാം, വീടുകളിൽ, സജ്ജനങ്ങളുടെ വീടുകളിൽ, ആലയേഷ്വപി വീടുകളിൽ, ഹരേഹ കഥാസ്യു, ഹരികഥകൾ ഇല്ലാതാകും. അങ്ങനെ ആവുന്നൊരു കാലം വരും. പാഖണ്ഡിനോ ദ്വിജജന, ത്രൈവർണികരായിട്ടുള്ള, അതായത് ബ്രാഹ്മണരൊക്കെ നാസ്തികന്മാരായിട്ട് തീരും. വൃഷളാതൃദേവാഹ, ശൂദ്രന്മാരാകട്ടെ രാജ്യം ഭരിക്കും. സ്വാഹാ സ്വധാ വഷഡിതി സ്മ ഗിരോ യത്നയത്ര, സ്വാഹാ സ്വധാ വഷഡ് എന്നൊക്കെ പറയുന്ന ചില യജ്ഞ സ്വഭാവമുള്ള വാക്കുകളുടെ അതിൻ്റേതായിരിക്കുന്ന എന്താ പറയുക, ഉപയോഗം ഇല്ലാതെയായിട്ട് തീരും. അത് ഒരാളും ഉച്ചരിക്കാതായിട്ട് തീരും. ശാസ്താ ഭവിഷ്യതി കലേർ ഭഗവാൻ യുഗാന്തേ, കലി അങ്ങനെ ആ യുഗത്തെ ഭരിക്കും, ശാസിച്ച് ഭരിക്കും. അങ്ങനെ അവിടെ ആ കൽക്കിയായിട്ട് ഭഗവാൻ യുഗാന്തത്തിൽ അവതരിക്കും. യർഹ്യാലയേഷ്വപി സതാം നഹരേഹ കഥാസ്യു, പാഖണ്ഡിനോ ദ്വിജജനാ വൃഷളാ നൃദേവാഃ, സ്വാഹാ സ്വധാ വഷഡിതി സ്മ ഗിരോ നയത്ര, ശാസ്താ ഭവിഷ്യതി കലേർ ഭഗവാൻ യുഗാന്തേ. അപ്പം അതിലത്തെ ആ പദങ്ങൾ നമുക്ക് നോക്കാം. യർഹി എപ്പോൾ, യുഗാന്തേ ആ യുഗാന്ത്യത്തിൽ, ഹരേഹ കഥാഹ ആ ഭഗവാന്റെ കഥകൾ, സതാം സജ്ജനങ്ങളുടെ, ആലയേഷു അപി ഭവനങ്ങളിൽ പോലും, നസ്യുഹു ഇല്ലാതാകുമോ, ദ്വിജജനാഹ ആ ത്രൈവർണികർ അതായത് ബ്രാഹ്മണരൊക്കെ, പാഖണ്ഡിനഹ വേദനിന്ദകരായിട്ട് ഭവിക്കുന്നു, വൃഷലാഹ ശൂദ്രർ, നൃദേവാഹ ഭരണാധിപന്മാരായിട്ടും തീരുന്നു. എത്ര അപ്പോൾ, സ്വാഹാ സ്വധാ വഷഡ് ഇതി, സ്വാഹാ സ്വധാ വഷഡ് എന്നീ ഗിരഹസ്മഹ ശബ്ദങ്ങൾ പോലും, അങ്ങനെയുള്ള ശബ്ദങ്ങൾ പോലും, സ്വാഹാ സ്വധാ വഷഡ് എന്നീ ശബ്ദങ്ങൾ പോലും ഇല്ലാതാകുമോ, തഥാ ഭഗവാന്റെ ആ ഭഗവാൻ അപ്പോൾ, കലേഹെ ആ കലിയുടെ ശാസകനായിട്ട് ആ ഭഗവാൻ അപ്പോൾ ഭവിഷ്യതി അവതരിക്കും. ഒന്നും കൂടി പറയാം. യർഹി എപ്പോൾ, യുഗാന്തേ ആ യുഗാന്ത്യത്തിൽ, ഹരേഹെ കഥാഹ ആ ഭഗവത് കഥകൾ, സദാം സജ്ജനങ്ങളുടെ, ആലയേഷു അപി ഭവനങ്ങളിൽ പോലും, നസ്യുഹു ഇല്ലാതെയാകുമോ, ദ്വിജജനാഹ ആ ത്രൈവർണികർ, പാഖണ്ഡിനഹ ആ വേദനിന്ദകരായിട്ടും, വൃഷലാഹ ആ ശൂദ്രർ, നൃദേവാഹ ഭരണാധിപരായിട്ടും, എപ്പോൾ ആകുമോ, സ്വാഹാ സ്വധാ വഷഡ് ഇതി, സ്വാഹാ സ്വധാ വഷഡ് എന്നീ ഗിരഹസ്മ ശബ്ദങ്ങൾ പോലും ഇല്ലാതാകുമോ, തഥാ ആ ഭഗവാൻ അപ്പോൾ, ആ ഭഗവാൻ കലേഹെ ആ കലിയുടെ ശാസകനായിട്ട് ഭവിഷ്യതി അവതരിക്കും. അപ്പോൾ ഇതിലത്തെ ആ അന്വയം നോക്കാം. യർഹി യുഗാന്തേ ഹരേഹ കഥാഃ സതാം ആലയേഷു അപി ന സ്യുഃ ദ്വിജജനാഃ പാഖണ്ഡിനഃ വൃഷലാഃ നൃദേവാഃ യത്ര സ്വാഹാ സ്വധാ വഷഡ് ഇതി ഗിരഹസ്മഃ ന തദാ ഭഗവാൻ കലേഹ ശാസ്താ ഭവിഷ്യതി. എന്നുകൂടി പറയാം. യർഹി ഹരേഹ കഥാഃ സതാം ആലയേഷു അപി ന സ്യുഃ ദ്വിജജനാഃ പാഖണ്ഡിനഃ വൃഷലാഃ നൃദേവാഃ യത്ര സ്വാഹാ സ്വധാ വഷഡ് ഇതി ഗിരഹസ്മഃ നഃ തദാ ഭഗവാൻ കലേഹ ശാസ്താ ഭവിഷ്യതി. അതായത് അതിൻ്റെ അന്വയാർത്ഥം, ആ യുഗാന്ത്യത്തിലെ ഭഗവത് കഥകൾ സജ്ജനങ്ങളുടെ ആ ഭവനങ്ങളിൽ പോലും ഇല്ലാതെയാകുമോ, അതുപോലെ ആ ത്രൈവർണികർ
ആ വേദനിന്ദകരായും ശൂദ്രരെ ഭരണാധിപന്മാരായും എപ്പോഴാകുമോ? സ്വാഹ, സ്വധ, വഷട് എന്നീ ശബ്ദങ്ങൾ പോലും ഇല്ലാതാകുമോ? ഭഗവാൻ അപ്പോൾ കലിയുടെ ശാസകനായിട്ട് അവതരിക്കും. ഒന്നും കൂടി പറയാം. എപ്പോൾ ആ യുഗാന്ത്യത്തിൽ ഭഗവത് കഥകൾ സജ്ജനങ്ങളുടെ ഭവനങ്ങളിൽ പോലും ഇല്ലാതാകുമോ? ആ ത്രൈവർണികര് വേദനിന്ദകരായും ശൂദ്രര് ഭരണാധിപന്മാരായും എപ്പോൾ ആകുമോ? സ്വാഹ, സ്വധ, വഷട് എന്നീ ശബ്ദങ്ങൾ പോലും ഇല്ലാതാകുമോ? ഭഗവാൻ അപ്പോൾ ആ കലിയുടെ ശാസകനായിട്ട് അവതരിക്കും. ഭവിഷ്യതി എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിലെ അർത്ഥം നമുക്ക് നോക്കാം. സജ്ജനങ്ങളുടെ ഗൃഹങ്ങളിൽ പോലും ഭഗവാന്റെ ദിവ്യലീലകൾ വർണ്ണിക്കപ്പെടാതാവുകയും ത്രൈവർണികന്മാർ നാസ്തികന്മാരായും രാജാക്കന്മാർ ശൂദ്രന്മാരായും ഭവിക്കുകയും സ്വാഹ, സ്വധ, വഷട് ഇത്യാദി മന്ത്രങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്ന ആ കലിയുടെ അവസാനത്തിൽ അവിടുന്ന് കലിയെ ശാസിക്കുവാനായിട്ട് കൽക്കി എന്ന സ്വരൂപത്തിൽ അവതരിക്കും. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഏതുകാലത്തിൽ ആ സജ്ജനങ്ങളുടെ വാസസ്ഥാനങ്ങളിൽ പോലും ശ്രീഹരിയുടെ കഥാപ്രസംഗം ഇല്ലാതാവുകയും ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യന്മാരായിട്ടുള്ള 3 വർഗക്കാരും ഈശ്വരവിശ്വാസമില്ലാത്തവരായിട്ട് തീരുകയും വേദവിരുദ്ധ കർമ്മങ്ങൾ ചെയ്യുന്നവരുമായിട്ട് തീരുകയും ശൂദ്രന്മാർ രാജാക്കന്മാരായി വരികയും ചെയ്യുന്നുവോ? യാഗാദി കർമാനുഷ്ഠാനങ്ങൾ ഇല്ലാതെ വരികയാൽ സ്വാഹ, സ്വധ, വഷട് എന്നീ വാക്കുകൾ കേൾക്കപ്പെടാതെ വരുന്നുവോ? ആ കാലത്തിൽ ഈ വക ദോഷങ്ങളെ ജനിപ്പിക്കുന്ന കലിയെ നശിപ്പിക്കുവാനായിട്ട് ശ്രീ ഭഗവാൻ മഹാവിഷ്ണു കൽക്കിയായിട്ട് അവതരിക്കും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. നമുക്ക് അതിലെ വ്യാഖ്യാനം എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. യഥാ ത്രൈവർണികാഹ പാഖണ്ഡിനഃ സ്യുഃ. ആ ത്രൈവർണികരെ, അതായത് ദ്വിജജനങ്ങൾ, ബ്രാഹ്മണരൊക്കെ പാഖണ്ഡിനഃ സ്യുഃ, നാസ്തികന്മാരായിട്ട് തീരുന്നു. ശൂദ്ര രാജാനഃ സ്യുഃ, ശൂദ്രന്മാർ രാജാക്കന്മാരായിട്ട് തീരുന്നു. സുസ്തദാ, ആ അവസരത്തിൽ കൽക്കി രൂപേണ ഹരിഹി കലേഹേ, ആ കൽക്കിയുടെ രൂപത്തിൽ ആ ശ്രീഹരി കലികാലത്ത് ശാസിതാ ഭവിഷ്യതി, ആ കലിയെ ശാസിക്കാനായിട്ട് അവതരിക്കുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് യഥാ ത്രൈവർണികാ പാഖണ്ഡിനഃ സ്യുഃ ശൂദ്രാ രാജാനഃ സ്യുഃ തഥാ കൽക്കിരൂപേണ ഹരിഹി കലേ ശാസിതാ ഭവിഷ്യതി. ഇതാണ് ആ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. സർഗേ തപോഹം ഋഷയോ നവയേ പ്രദേശാഃ സ്ഥാനേ ച ധർമ്മമഖമന്വമരാവനീശാ അന്തേ ത്വധർമ്മ ഹരമന്യുവശാസുരാദ്യാ മായാവിഭൂതയൈമാഃ പുരുഷക്തിഭാജഃ. സർഗേ തപോഹമൃഷയോ നവയേ പ്രദേശാഃ സ്ഥാനേ ച ധർമ്മമഖമന്വമരാവനീശാഃ അന്തേ ത്വധർമ്മഹരമന്യുവശാസുരാദ്യാ മായാവിഭൂതയൈമാഃ പുരുഷക്തിഭാജഃ. സർഗേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൃഷ്ടിയിൽ തപോഹമൃഷയോ തപസ്വികളും 9 ഋഷിമാരും നവയേ പ്രദേശാഃ, ആ സൃഷ്ടിയിലെ തപസ്വികളായിട്ടുള്ള 9 ഋഷിമാരായിട്ട്. സർഗേ തപോഹമൃഷയോ നവയേ പ്രദേശാഃ
അപ്പോൾ ആ സൃഷ്ടിയിൽ 9 തപസ്വികളായിട്ടുള്ള ഋഷിമാരായിട്ട് അവതരിച്ചു. പ്രജേഷാഹ പ്രജാപതിമാർ, ഏച്ച പ്രജാപതിമാരും ആ സമയത്ത് ഉണ്ടായി ആ സൃഷ്ടിയിൽ. പിന്നെ സ്ഥാനേ സ്ഥിതിയിൽ, സൃഷ്ടിസ്ഥിതി സംഹാരം, ആ സ്ഥിതിയിലാകട്ടെ ധർമ്മമഖമന്വമരാവനീഷാഹ, ആ ധർമ്മം യജ്ഞരൂപനായിട്ടുള്ള വിഷ്ണു. പിന്നെ അമരാവനീഷാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വായംഭുവ മനു, ദേവകള്, രാജാക്കന്മാർ എന്നിവർ അവരായിട്ടും അവിടെ അവതരിച്ചു എന്നാണ് പറയുന്നത്. ആ സ്ഥിതിയിൽ ആ ധർമ്മത്തിൻ്റെ ആ മൂർത്തി ധർമ്മം, പിന്നെ യജ്ഞരൂപമായിട്ടുള്ള വിഷ്ണു, സ്വായംഭുവമനു, ദേവകള്, രാജാക്കന്മാർ എന്നിവരുമായിട്ട് അവതരിച്ചു. അന്തേ ത്വധർമ്മഹരം അന്യുവശാസുരാദ്യ, അവസാനത്തിലെ സംഹാരത്തിൽ ആകട്ടെ അധർമ്മം, പിന്നെ രുദ്രൻ, സർപ്പങ്ങൾ മുതലായവരും മഹാശക്തിമാനായ ആയിട്ടുള്ള ആ മന്യുവശാസുരാദ്യാഹ മായാവിഭൂതയ ഇമാഹ പുരുഷക്തിഭാജ, മഹാശക്തിമാൻ ആയിട്ടുള്ള ഇവൻ്റെ ഇപ്രകാരമുള്ള ആ മായാപ്രഭാവങ്ങൾ തന്നെ എന്നർത്ഥം. മായാവിഭൂതയ എന്ന് പറഞ്ഞാൽ മായാപ്രഭാവം. അപ്പം ഈ അവതാരങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ മായാപ്രഭാവങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ വലിയ ശക്തിയുടെ, ആ മഹാശക്തിയുടെ മായാപ്രഭാവങ്ങളാണ്. സർഗേ തപോഹം ഋഷയോ നവയേ പ്രജേഷാഹ, ആ സൃഷ്ടിയിൽ തപസ്വികളായിട്ടുള്ള 9 ഋഷിമാരും പിന്നെ പ്രജാപതികളും അവരും ആ പ്രജാപതികളുമായിട്ട് അവതരിച്ചു. പിന്നെ ആ സ്ഥിതിയിലാകട്ടെ ആ ധർമ്മത്തിൻ്റെ സ്വരൂപമായി, പിന്നെ യജ്ഞരൂപനായിട്ടുള്ള വിഷ്ണുവായി, സ്വായംഭുവമനുവായി, ദേവകളായി, രാജാക്കന്മാരായി, പിന്നെ അവസാനം സംഹാരത്തിലാകുമ്പോൾ ആ അധർമ്മത്തിൻ്റെ സ്വരൂപമായി രുദ്രൻ, സർപ്പങ്ങൾ മുതലായവയുടെ സ്വരൂപമായി. ഇങ്ങനെ എല്ലാ ആ സ്വരൂപങ്ങളും ആ ഭഗവാന്റെ ആ മായാപ്രഭാവത്തിൽ ഉണ്ടായിട്ടുള്ള അവതാരങ്ങളാണ്. സർഗേ തപോഹമൃഷയോ നവയേ പ്രജേഷാഹസ്ഥാനേ ച ധർമ്മം മഖമന്വ അമരാവനീഷാഹ അന്തേ ത്വധർമ്മഹരമന്യുവശാസുരാദ്യ മായാവിഭൂതയൈമാ പുരുഷക്തിഭാജഃ. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. സർഗേ ആ സൃഷ്ടിയിൽ, തപഃ അഹം തപസ്വിയായിട്ടുള്ള നാം, നവം 9 ഋഷയഃ ഋഷികൾ, പ്രജേഷാഹ പ്രജാപതിമാർ, യേ ച എന്നിവരും, സ്ഥാനേ ആ സ്ഥിതിയിൽ, ധർമ്മ മഖം അന്വമരാവനീഷാഹ ധർമ്മം യജ്ഞരൂപനായിട്ടുള്ള യജ്ഞരൂപനായിട്ടുള്ള വിഷ്ണു, മഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞം, മന്വ അമര മനു, സ്വായംഭുവ മനു, അമരന്മാർ ദേവതകള്, അവനീഷാഹ രാജാക്കന്മാർ എന്നിവരും. പിന്നെ അന്തേതു ആ സംഹാരത്തിലാകട്ടെ അധർമ്മം, ഹര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രുദ്രൻ, മന്യു രുദ്രൻ, അധർമ്മ ഹരമന്യുവശാസുരാദ്യ രുദ്രൻ, സർപ്പങ്ങൾ മുതലായിട്ടുള്ളവരും, പുരുഷക്തിഭാജ ആ മഹാശക്തിമാനായവൻ്റെ, ഇമാഹ ഇപ്രകാരമുള്ള മായാവിഭൂതയ മായാപ്രഭാവങ്ങൾ തന്നെ. ഒന്നുകൂടി പറയാം. സർഗേ ആ സൃഷ്ടിയിൽ, തപഃ അഹം തപസ്വിയായിട്ടുള്ള നാം, നവ 9 ഋഷികളായിട്ടും, പ്രജേഷാഹ പ്രജാപതിമാരായിട്ടും, യേ ച എന്നിവരും, സ്ഥാനേ ആ സ്ഥിതിയിലാകട്ടെ, ധർമ്മമഖമന്വ അമരാവനീഷാഹ ധർമ്മം യജ്ഞരൂപനായിട്ടുള്ള വിഷ്ണു, സ്വായംഭുവമനു, ദേവകൾ, രാജാക്കന്മാർ എന്നിവരും, അന്തേതു ആ സംഹാരത്തിലാകട്ടെ അധർമ്മഹരമന്യുവശാസുരാദ്യാഹ അധർമ്മം രുദ്രൻ, സർപ്പങ്ങൾ മുതലായവരായിട്ടും, പുരുഷക്തിഭാജ മഹാശക്തിമാൻ ആയവൻ്റെ, ഇമാഹ ഇപ്രകാരമുള്ള മായാവിഭൂതയ മായാപ്രഭാവങ്ങൾ തന്നെ. അപ്പോൾ അതിലത്തെ അന്വയം, സർഗേ തപഃ നവ ഋഷയഃ പ്രജേഷാഹ യേ ച
സ്ഥാനേ ധർമ്മമഖമന്വമരാവനീശാഃ വിഷ്ണു അവനീശാഃ അന്തേതു അധർമ്മഹരമന്യുവശാസുരാദ്യാഃ പുരുഷക്തിഭാജഃ ഇമാഃ മായാവിഭൂതയഃ സർഗേ തപഃ അഹം നവ ഋഷയഃ പ്രജേശാഃ യേ ച സ്ഥാനേ ധർമ്മമഖമന്വമരാവനീശാഃ അന്തേതു അധർമ്മഹരമന്യുവശാസുരാദ്യാഃ പുരുഷക്തിഭാജഃ ഇമാഃ മായാവിഭൂതയഃ. അതിലത്തെ അന്വയാർത്ഥം ആ സൃഷ്ടിയിൽ ആ തപസ്വികളായിട്ടുള്ള നാം 9 പേരും 9 ഋഷിമാരും പ്രജേശാഹ പ്രജാപതിമാരും സ്ഥിതിയിൽ ആ ധർമ്മം യജ്ഞരൂപനായിട്ടുള്ള വിഷ്ണു, സ്വയംഭുവ മനു, ദേവകള്, രാജാക്കന്മാർ എന്നിവരും സംഹാരത്തിലാകട്ടെ അധർമ്മം രുദ്രൻ, സർപ്പങ്ങൾ മുതലായവരും മഹാശക്തിമാനായവൻ്റെ ഇപ്രകാരമുള്ള മായാപ്രഭാവങ്ങൾ തന്നെ. ഒന്നും കൂടി പറയാം. സൃഷ്ടിയിൽ തപസ്വിയായിട്ടുള്ള നാം 9 ഋഷികളായിട്ടും പ്രജാപതിമാരായിട്ടും സ്ഥിതിയിൽ ധർമ്മം യജ്ഞരൂപനായിരിക്കുന്ന വിഷ്ണു, സ്വയംഭുവ മനു, ദേവകള്, രാജാക്കന്മാർ എന്നിവരും സംഹാരത്തിൽ അധർമ്മം രുദ്രൻ, സർപ്പങ്ങൾ മുതലായവരും ആ മഹാശക്തിമാനായവൻ്റെ ഇപ്രകാരമുള്ള ആ മായാപ്രഭാവങ്ങൾ തന്നെ, അദ്ദേഹത്തിൻ്റെ അവതാരങ്ങൾ തന്നെ എന്നാണ് പറയുന്നത്. ഇങ്ങനെ മുഖ്യ അവതാരങ്ങളെല്ലാം ഈ അധ്യായത്തിൽ സംഗ്രഹിക്കപ്പെട്ടു. തപസ്, ഋഷീശ്വര ദേവന്മാർ, പ്രജാപതികൾ, ധർമ്മം, യജ്ഞം, മന്വാദികൾ, ദേവന്മാർ, ശ്രീരുദ്രൻ, സർപ്പങ്ങൾ, അസുരന്മാർ, ഇങ്ങനെ സർവ്വതും ആ ഭഗവാന്റെ വിഭൂതി വിശേഷങ്ങൾ തന്നെ എന്ന് സ്ഥാപിച്ചു. അപ്പോൾ വിഷ്ണുവല്ലാതെ മറ്റൊന്നും ഇല്ല ഇവിടെ. വിഷ്ണുവിൻ്റെ മഹിമയുടെ ഒരു കണിക മാത്രമായിട്ടാണ് ഇവിടെ ഇതിനെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇതിലെ ആ അർത്ഥം നമുക്ക് നോക്കാം. സൃഷ്ടിയിൽ തപസ്, ഞാൻ, ഋഷിവര്യന്മാർ, 9 പ്രജാപതിമാർ മുതലായവരും, പരിപാലനത്തിൽ ധർമ്മം, യജ്ഞം, മൂർത്തി, മന്വാദികൾ, ദേവന്മാർ, രാജാക്കന്മാർ മുതലായവരും, സംഹാരത്തിൽ അധർമ്മം, ശ്രീരുദ്രൻ, സർപ്പങ്ങൾ, അസുരന്മാർ മുതലായവരും എല്ലാം അനന്തശക്തിയായിരിക്കുന്ന ഭഗവാന്റെ മായാവിഭൂതികൾ ആകുന്നു. ആ വിഷ്ണുവിൻ്റെ അവതാര മഹിമയെപ്പറ്റി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും സംഗ്രഹിച്ചിട്ട് വിസ്തരിച്ച് പറയാൻ ആർക്കും കഴിയില്ല എന്ന് കാണിക്കുന്നു. ഭൂമിയിലുള്ള സൃഷ്ടി ചെയ്യുന്നതിൽ ആ തപസ്സിൻ്റെ സ്വരൂപമായിരിക്കുന്ന ഞാനും ഋഷികളും, അതായത് ബ്രഹ്മദേവനും ഋഷികളും പ്രജാപതികൾ 9 പേരും, പരിപാലനത്തിൻ്റെ അതിലെ ധർമ്മദേവനും യാഗസ്വരൂപനായിരിക്കുന്ന വിഷ്ണുവും, മനുക്കളും, ദേവന്മാരും, രാജാക്കന്മാരും, ആ സംഹരിക്കുന്നതിലാകട്ടെ അധർമ്മവും രുദ്രനും, സർപ്പങ്ങളും, അസുരന്മാർ മുതലായവരും, ഇവരെല്ലാവരും തന്നെ ആനന്ദശക്തിയോട് കൂടിയിട്ടുള്ള ഈശ്വരൻ്റെ മായാവിലാസങ്ങളാകുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ. അപ്പം അതിൻ്റെ വ്യാഖ്യാനം നോക്കാം. തതോ ജഗൽസൃഷ്ടൗ തപോഹം നവപ്രജേശാഃ. അപ്പോൾ ആ സൃഷ്ടിയിൽ ബ്രഹ്മാവും 9 ഋഷിമാരും അതുപോലെ ആ പ്രജാപതികളും, പാലനേ ധർമ്മയജ്ഞമനുദേവ രാജാനഃ. ആ പാലനത്തിങ്കൽ ആ ധർമ്മനും യജ്ഞനും മനുവും ദേവന്മാരും രാജാക്കന്മാരും, സംഹാരേ രുദ്രസർപ്പാസുരാദ്യാ ഇമാഃ. ആ സംഹാരത്തിലെ രുദ്രൻ, സർപ്പങ്ങൾ, അസുരന്മാരെ തുടങ്ങിയവരും, സർവാഹ ഭഗവതോ വിഭൂതയ, എല്ലാം ഭഗവാന്റെ വിഭൂതികളായിത്തീരുന്നു. തതോ ജഗൽ സൃഷ്ടൗ തപോഹം നവപ്രജേശാഃ പാലനേ ധർമ്മയജ്ഞമനുദേവ രാജാനഃ സംഹാരേ രുദ്രസർപ്പാസുരാദ്യാ ഇമാഃ സർവാ ഭഗവതോ വിഭൂതയഃ.
നുടി ചൊല്ലാം. തതോ ജഗൽ സൃഷ്ടൗ തപോഹം നവ പ്രജേശാഹ പാലനേ ധർമ്മയജ്ഞാം മനുദേവരാജാനഃ സംഹാരേ രുദ്ര സർപ്പാസുരാദ്യ ഇമാഹ സർവാ ഭഗവതോ വിഭൂതയഃ. അപ്പം അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. വിഷ്ണോർന്നു വീര്യഗണനാം കതമോഹദീർഘയഃ പാർത്ഥിവാന്യപി കവിർവിമമേരുജാംസി ചസ്കംഭ യഃ സ്വരം ഹസാ സ്ഖലതാതൃപൃഷ്ഠം യസ്മാതൃസാമ്യ സദനാത് ഉരുകമ്പയാനം. വിഷ്ണോർന്നു വീര്യഗണനാം കതമോർഹദീഹ യഃ കവിർവിമമേ രജാംസി ചസ്കംഭയ സ്വരം ഹസാ സ്ഖലതാതൃപൃഷ്ഠം യസ്മാത് ത്രിസാമ്യ സദനാദുരു കമ്പയാനം. ഇവിടെ പറയുന്നത് ആ വിഷ്ണുവിൻ്റെ വീര്യത്തെ ഗണിക്കുകയാണെങ്കിൽ അതിന് സാധ്യമാവുമോ? കതമോഹദീഹയ പാർത്ഥിവാന്യതപി, വേണമെങ്കിൽ ആ ഭൂമിയിലുള്ള ആ പൊടികളുടെ മണൽത്തരികളുടെ എണ്ണം ചിലപ്പോൾ നമ്മൾക്ക് ഗണിക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ആ വിഷ്ണുവിൻ്റെ വീര്യത്തെ ഗണിക്കാൻ ആർക്കും സാധ്യമല്ല. കവിർവിമമേരജാംസി, ബുദ്ധിയുള്ളവർക്കാർക്കും അതിനെ ഗണിച്ച് തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. ചസ്കംഭയ സ്വരം ഹസാ സ്ഖലിത ത്രിപൃഷ്ഠം യസ്മാതൃസാമ്യ സദനാത് ഉരുകമ്പയാന. മൂന്ന് പാദങ്ങളാൽ എന്താ ഉണ്ടായത്? യാതൊരു വിഷ്ണു ഒട്ടും പതറാതെ തന്നെ ഈ ഭൂമിയെ അങ്ങനെ 3 അടി കൊണ്ട് അളന്നു. തൻ്റെ വേഗതയെ എങ്ങനെയാണത്? ത്രിഗുണങ്ങളുടെ സന്തുലിതാവസ്ഥ മുതൽ ആ മൂലപ്രകൃതി തൊട്ട് സത്യലോകം വരെ തൻ്റെ ആ കാലടിയിൽ അങ്ങനെ പിടിച്ചു നിർത്തി എന്നർത്ഥം. അപ്പോൾ വിഷ്ണോർന്നു വീര്യഗണനാം കതമോർഹദീഹയ പാർത്ഥിവാന്യപി കവിർവിമമേരജാംസി ചസ്കംഭ യഃ സ്വരം ഹസാ സ്ഖലതാതൃപൃഷ്ഠം യസ്മാത് ത്രിസാമ്യ സദനാത് ഉരുകമ്പയാനം. അടുത്ത പദങ്ങൾ നോക്കാം. യഃ കവിഹി, ആ വിദ്വാനായിട്ടുള്ള ഏതൊരാൾ, പാർത്ഥിവാനി, ആ ഭൂമിയിലെ, രജാംസി അഭി, പൊടിപടലങ്ങൾ പോലും, വിമമേ, എണ്ണിത്തിട്ടപ്പെടുത്തിയാൽ, അയാൾക്ക് ചിലപ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്തിയാൽ കഴിവുണ്ടായിരിക്കാം. കതമഹ, ഏതൊരുവൻ, വിഷ്ണോഹോ, എന്നാൽ അയാൾ ആ വിഷ്ണുവിൻ്റെ വീര്യഗണനാം, വീര്യം കണക്കാക്കാൻ അർഹതി, ആൾക്ക് അർഹിക്കുന്നില്ല എന്നർത്ഥം. യഹ, യാതൊരു വിഷ്ണു, അസ്ഖലത, അദ്ദേഹം പതറാത്ത, സ്വരംഹസ, തൻ്റെ വേഗതയാൽ, ത്രിസാമ്യസദനാൽ, ആ ത്രിഗുണങ്ങളുടെ ആ സന്തുലിതാവസ്ഥ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂലപ്രകൃതി തൊട്ടിട്ട് എന്നർത്ഥം. ഉരുകമ്പയാനം, വല്ലാതെ ആ വിറയ്ക്കുന്ന ആ ത്രിപൃഷ്ഠം, സത്യലോകത്തെ, ചസ്കംഭ, അവിടെ പിടിച്ചു നിർത്തി. ഒന്നും കൂടി പറയാം. യഹ കവിഹി, ആ വിദ്വാനായിരിക്കുന്ന ഏതൊരാൾ, പാർത്ഥിവാനി, ആ ഭൂമിയിലെ, രജാംസി അപി, പൊടിപടലങ്ങൾ പോലും, വിമമേ, എണ്ണിത്തിട്ടപ്പെടുത്തിയാൽ, കതമഹ, ഏതൊരുവൻ, വിഷ്ണോഹോ, ആ വിഷ്ണുവിൻ്റെ വീര്യഗണാനാം, വീര്യം കണക്കാക്കാൻ അർഹിക്കുന്നു. യഹ, യാതൊരു വിഷ്ണു, അസ്ഖലത, പതറാത്ത, സ്വരംഹസ, തൻ്റെ വേഗതയാൽ, ത്രിസാമ്യ സദനാൽ, ത്രിഗുണങ്ങളുടെ ആ സന്തുലിതാവസ്ഥ മൂലപ്രകൃതി തൊട്ട് ഉത്കമ്പയാനം, വല്ലാതെ വിറയ്ക്കുന്ന ആ ത്രിപൃഷ്ഠം, സത്യലോകത്തെ, ചസ്കംഭ, പിടിച്ചു നിർത്തി.
അപ്പം ഇതിലെ അന്വയം നോക്കാം. യഹ കവിഃ പാർത്ഥിവാനി രജാംസി വിമമേ കതമഃ വിഷ്ണോഃ വീര്യഗണനാം അർഹതി യഹ അസ്ഖലതഃ സ്വരംഹസാ ത്രിസാമ്യസദനാൽ സസ്കംഭ. ഒന്നുകൂടി പറയാം. വിദ്വാനായിരിക്കുന്ന യഹ കവിഃ പാർത്ഥിവാനി രജാംസി അപി വിമമേ കതമഃ വിഷ്ണോഃ വീര്യഗണനാം അർഹതി യഹ അസ്ഖലത സ്വരംഹസ ത്രിസാമ്യസദനാൽ ഉരുകമ്പയാനം ത്രിപൃഷ്ഠം ചസ്കംഭ. മഹാവിദ്വാനായ ഒരാൾക്ക് ഭൂമിയിലുള്ള പൊടിപടലങ്ങളുടെ എണ്ണം ഇത്രയെന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിഞ്ഞേക്കാം. അന്വയാർത്ഥം പറയുന്ന വിദ്വാനായിട്ടുള്ള ഏതൊരാൾ ഭൂമിയിലെ പൊടിപടലങ്ങൾ പോലും എണ്ണിത്തിട്ടപ്പെടുത്തിയാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. എന്നാൽ ഒരാൾക്കും ആ വിഷ്ണുവിൻ്റെ ആ വീര്യത്തെ കണക്കാക്കാൻ സാധിക്കുന്നില്ല. യാതൊരു വിഷ്ണു പതറാത്ത ആ വേഗതയാൽ ആ ത്രിഗുണങ്ങളുടെ ആ സാമ്യാവസ്ഥ മുതൽ ആ മൂലപ്രകൃതി മുതൽ ആ വല്ലാതെ വിറയ്ക്കുന്ന ആ സത്യലോകത്തെ വരെ ത്രിപൃഷ്ഠം സത്യലോകത്തെ വരെ അദ്ദേഹം പിടിച്ചു നിർത്തുകയാണ് ചെയ്യണത്, ധരിക്കുന്നു. ഒന്നുകൂടി പറയാം. വിദ്വാൻ ആയിട്ടുള്ള ഏതൊരാൾ ആ ഭൂമിയിലെ പൊടിപടലങ്ങൾ പോലും തിട്ടപ്പെടുത്തിയാൽ ചിലപ്പോൾ അവർക്ക് സാധിച്ചേക്കാം, അത്രയുമായിട്ടുള്ളൂ. എന്നാൽ ആ വിഷ്ണുവിൻ്റെ വീര്യത്തെ കണക്കാക്കാൻ അവർക്ക് അർഹതയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യാതൊരു വിഷ്ണു പതറാത്ത തൻ്റെ ആ വേഗത്താൽ ആ ത്രിഗുണങ്ങളുടെ സന്തുലിതാവസ്ഥ മുതൽ മൂലപ്രകൃതി മുതൽ ആ സത്യലോകം വരെ ത്രിപൃഷ്ഠം വരെ സത്യലോകത്തെ വരെ ഉരുകമ്പയാനം വല്ലാതെ വിറയ്ക്കുന്ന ആ സത്യലോകത്തെ ചസ്കംഭ ധരിച്ചു, പിടിച്ചു നിർത്തി എന്നാണ് പറയുന്നത്. മഹാവിദ്വാനായിട്ടുള്ള ഒരാൾക്ക് ഭൂമിയിലുള്ള പൊടികളുടെ എണ്ണം എത്രയെന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിഞ്ഞേക്കാം വേണമെങ്കിൽ. പക്ഷേ ഭഗവാൻ വിഷ്ണുവിൻ്റെ വീര്യം എത്രയെന്ന് ഗണിക്കാൻ ആർക്കും സാധ്യമേ അല്ല. ആ ത്രിവിക്രമമൂർത്തി ആർക്കും അടുക്കാൻ പറ്റാത്ത വേഗതയോടുകൂടിയ ഒരു പാദം കൊണ്ട് ത്രിഗുണങ്ങളുടെ ആ സാമ്യാവസ്ഥയുള്ള ആ പ്രധാനം മുതൽ സത്യലോകം വരെയുള്ള ഇളകിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചമാകമാനവും ധരിക്കുന്നു. ഈ വിശ്വം മുഴുവനും ഒരു കാൽ കീഴിൽ ഒതുങ്ങുന്ന ഭഗവാന്റെ മാഹാത്മ്യം, അത് വാചാമഗോചരമെന്ന് സാരം. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ബുദ്ധിമാനായിട്ടുള്ള യാതൊരാൾ ആ ഭൂമിയിലെ പൊടി എത്രയാണെന്ന് എണ്ണിത്തീർത്തു. അയാൾക്കും അവിടുത്തെ ആ ഗുണങ്ങൾ എണ്ണിത്തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരെങ്കിലും അങ്ങനെ ആ ഭൂമിയിലെ പൊടികളെ എണ്ണിത്തീർത്താൽ അങ്ങനെയുള്ളവർക്ക് പോലും ആ ഭഗവാന്റെ ആ ഗുണത്തെ എണ്ണിത്തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം. എന്തെന്നാൽ തടുക്കാൻ കഴിയാത്ത വേഗമാർന്ന തൻ്റെ പാദത്താൽ സകലത്തിനെയും അവിടുന്ന് തൻ്റെ പ്രഭാവാതിശയത്താൽ ധരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നുകൂടി നോക്കാം. ആ വിഷ്ണുവിൻ്റെ അവതാര മഹിമയെപ്പറ്റി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും സംഗ്രഹിച്ചിട്ടാകുന്നു. വിസ്തരിച്ച് പറയാൻ ആർക്കും കഴിയില്ല എന്ന് കാണിക്കുന്നു. ഭൂമിയിലുള്ള ആ ധൂളികളെയും ആർക്കും കണക്കാക്കാൻ കഴിയുമോ ആ മാതിരിയുള്ള വിദ്വാൻമാരാൽ കൂടെ ആ ശ്രീവിഷ്ണുവിൻ്റെ മഹിമയെ ഗണിച്ചു തീർച്ചപ്പെടുത്താൻ കഴിയുന്നതല്ല. എന്തുകൊണ്ടെന്നാൽ 3 ഗുണങ്ങളും ഏതൊരു സ്ഥാനത്തിൽ ക്ഷോഭിക്കാതെ സാമ്യാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നുവോ ആ സ്ഥാനമായ സത്യലോകത്തെ അപേക്ഷിച്ച് ഏറ്റവും ചഞ്ചലമായിരിക്കുന്ന സ്വർഗാദി ലോകത്തെയും യാതൊരു ഭഗവാൻ അതൊക്കെ എല്ലാം തന്നെ ആ ഭഗവാൻ ധരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇതിലത്തെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം.
ഇവിടെ ചോദിക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹേ നാരദ, അലയോ നാരദരെ, വിഷ്ണോർ ഗണനാം കർത്തും കഹ സമർത്ഥ. വിഷ്ണുവിൻ്റെ വീര്യങ്ങളെ ഗണിക്കാൻ ആരാണ് സമർത്ഥരായിട്ടുള്ളതെന്ന് മാത്രമാണ് ആ വ്യാഖ്യാനത്തിൽ ചോദിക്കുന്നത്. ഹേ നാരദ, വിഷ്ണോർ വീര്യഗണാനാം കർത്തും കഹ സമർത്ഥ എന്നുള്ളതാണ് ഇതിലെ വ്യാഖ്യാനത്തിൽ ചോദിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. നാന്തം വിദാമ്യഹമീമുനയോഗ്രജാസ്തേ മായാബലസ്യ പുരുഷസ്യ കുതോ പരേ യേ ഗായൻ ഗുണാൻ ദശശതാനന ആദിദേവഃ ശേഷോധുനാഭി സമവസ്യതി നാസ്ത്യപാരം. നാന്തം വിദാമ്യഹമീമുനയോഗ്രജാസ്തേ മായാബലസ്യ പുരുഷസ്യ കുതോ പരേ യേ ഗായൻ ഗുണാൻ ദശശതാനനാദിദേവഃ ശേഷോധുനാഭി സമവസ്യതി നാസ്യപാരം. അപ്പോൾ ആ 1000 ഫണങ്ങളുള്ള ആ അനന്തന് പോലും, ആദിദേവനായിരിക്കുന്ന ആദിശേഷനായിരിക്കുന്ന അദ്ദേഹത്തിന് പോലും ആ ഭഗവാന്റെ ഗുണങ്ങളെ ഗാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ മറുകര ഇപ്പോഴും അദ്ദേഹത്തെ പറ്റിയിട്ട് മുഴുവനായിട്ടും അദ്ദേഹത്തെ പറ്റിയിട്ട് മനസ്സിലാക്കാനായിട്ടില്ല. മായാബലസ്യ പുരുഷസ്യ കുതോപരേയേ, എന്തുകൊണ്ടാ? മായാബലം കൊണ്ട്, മായയുടെ പരിധി അറിയാൻ പറ്റുന്നില്ല. തേ അഗ്രജ, അങ്ങയുടെ അഗ്രജൻ ജ്യേഷ്ഠനായിരിക്കുന്ന അനന്തനും അതുപോലെ മുനയഹ, ഈ സനകാദി മുനിമാർക്ക് പോലും ആ പരേ മറ്റു വേറെ അതുപോലുള്ളവരുണ്ട്, അവർക്കൊന്നും തന്നെ അങ്ങയെ പറ്റിയിട്ട് അറിയാനായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. നാന്തം വിദാമ്യഹമീ മുനയോഗ്രജാസ്തേ മായാബലസ്യ പുരുഷസ്യ കുതോ പരേ യേ ഗായൻ ഗുണാൻ ദശശതാനന ആദിദേവഃ ശേഷോധുനാഭി സമവസ്യതി നാസ്യപാരം. ദശശതാനനം 1000 മുഖങ്ങളുള്ള എന്നർത്ഥം. ദശശതാനന 1000 മുഖങ്ങളുള്ള ആദിദേവ, ആ ശേഷ, ആദിദേവനായിട്ടുള്ള ശേഷൻ, അസ്യ ഇദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെ ഗാനം ചെയ്തുകൊണ്ട് അധുനാ അപി ഇപ്പോഴും പാരം ന സമവസ്യതി മറുകര കണ്ടിട്ടില്ല, അദ്ദേഹത്തെപ്പറ്റി മുഴുവനായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നർത്ഥം. പുരുഷസ്യ ആ പരമപുരുഷൻ്റെ മായാബലസ്യ ആ മായയുടെ ആ അന്തപരിധി അഹം ഞാൻ അറിയുന്നില്ല, എനിക്ക് പോലും അറിയുന്നില്ല, നാരദ മഹർഷിക്ക് പോലും അറിയുന്നില്ല. തേ അഗ്രജേ അങ്ങയുടെ ജ്യേഷ്ഠനായിരിക്കുന്ന അനന്തന് പോലും അറിയില്ല. പിന്നെയോ അമീ മുനയഹ ഈ സനകാദി മുനിമാരും ചിലർ അപരേ വേറെയുണ്ടോ അവരും കുതഹ പിന്നെ എങ്ങനെ അറിയും, അവർക്ക് ഒക്കെ എങ്ങനെ അറിയാനാണ് സാധിക്കുക ഈ ഭഗവാന്റെ മഹിമയെ എങ്ങനെ അറിയാൻ കഴിയും? അപ്പം അതിലത്തെ ആ അന്വയം ദശശതാനനഃ ആദിദേവശേഷഃ അസ്യ ഗുണാൻ ഗായൻ അധുനാ അപി പാരം ന സമവസ്യതി പുരുഷസ്യ മായാബലസ്യ അന്തം അഹം ന വിദാമി തേ അഗ്രജാ അമീ മുനയഃ യേ അപരേ കുതഃ. ഒന്നും കൂടി പറയാം. ദശശതാനനഃ ആദിദേവഃ ശേഷഃ അസ്യ ഗുണാൻ ഗായൻ അധുനാ അപി ന സമവസ്യതി പുരുഷസ്യ മായാബലസ്യ അന്തം അഹം ന വിദാമി തേ അഗ്രജാഃ അമീ മുനയഃ യേ അപരേ കുതഃ. അതിൻ്റെ അന്വയാർത്ഥം വരുന്നത് 1000 മുഖങ്ങളുള്ള ആദിശേഷനായിരിക്കുന്ന ആദിദേവനായിരിക്കുന്ന ശേഷൻ
ഇദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെ ഗാനം ചെയ്തുകൊണ്ട് ഇപ്പോഴും ആ മറുകര കണ്ടിട്ടില്ല. ആ പരമപുരുഷൻ്റെ ആ മായയുടെ ആ പരിധി എനിക്ക് അറിയാൻ കഴിയുന്നില്ല. അങ്ങയുടെ ജ്യേഷ്ഠരായിരിക്കുന്ന ആ സനകാദി മുനിമാരും മറ്റുള്ളവരും പിന്നെ എങ്ങനെ അതിനെ പറ്റിയിട്ട് അറിവുള്ളവരാകും? ഒന്നുകൂടി പറയാം. 1000 മുഖങ്ങളുള്ള ആ ആദിദേവനായിരിക്കുന്ന ശേഷൻ ഇദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെ ഗാനം ചെയ്തുകൊണ്ട് ഇപ്പോഴും മായാബലം കൊണ്ട് അങ്ങയുടെ മായയുടെ പരിധി കൊണ്ട് അങ്ങയെ അറിയുന്നില്ല. അങ്ങയുടെ ജ്യേഷ്ഠനായിരിക്കുന്ന ഈ സനകാദി മുനിമാരും വേറെ വല്ലവരുണ്ടോ? അവരൊന്നും പിന്നെ അവർക്കൊന്നും അങ്ങയുടെ ആ മഹിമയെ പറ്റിയിട്ട് അറിയാനാവില്ല എന്നുള്ളതാണ് പറയണത്. എന്താണ് വിഷ്ണു ഭഗവാന്റെ വൈഭവം കീർത്തിക്കപ്പെടുകയാണ്. ബ്രഹ്മാവ് പറയുകയാണ്, പുരുഷശ്രേഷ്ഠനായിരിക്കുന്ന അവിടുത്തെ മായാബലം എനിക്കറിയില്ല. ഹേ നാരദ, അങ്ങയുടെ അഗ്രജന്മാരായിട്ടുള്ള ആ സനകാദികൾക്ക് പോലും അതിനെ പറ്റിയിട്ട് അറിയില്ല. 1000 വക്ത്രങ്ങളോടുകൂടിയ അനന്തൻ സദാസമയവും ഭഗവൻ മാഹാത്മ്യം ഗാനം ചെയ്ത് അതിൻ്റെ മറുകര കണ്ടെത്തുന്നുമില്ല. പിന്നെ മറ്റുള്ളവരുടെ അവസ്ഥ പറയാനുണ്ടോ? എന്നാൽ കാവട്യലേശം പോലും ഇല്ലാത്ത ആ ഭക്തിയോടെ ആ ശ്രീപാദങ്ങളെ ആശ്രയിക്കുന്ന അടുത്ത ശ്ലോകത്തിൽ അതാണ് പറയണത്. അപ്പം ആർക്കും ആ ഭഗവാന്റെ മഹിമയെ അദ്ദേഹത്തിൻ്റെ മായാബലം കൊണ്ട് അറിയാൻ ആവുന്നില്ല. ഈ പരമപുരുഷന്റെ മായാബലത്തെ ഞാനും അറിയുന്നില്ല, നിനക്ക് മുമ്പേ ജനിച്ചവരായിരിക്കുന്ന സനകാദികളും അറിയുന്നില്ല. പിന്നെ ആർ തന്നെ അറിയും? 1000 മുഖമുള്ള ആദിദേവനായിരിക്കുന്ന ശേഷൻ കൂടെ ഭഗവാന്റെ ആ ഗുണങ്ങളെ കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യണത്. പുരുഷോത്തമനായിട്ടുള്ള ഭഗവാന്റെ മായാബലം ഞാൻ അറിയുന്നില്ല, അങ്ങയുടെ അഗ്രജന്മാരായിരിക്കുന്ന ആ സനകാദികളും അറിയുന്നില്ല. ആ നിലയ്ക്ക് മറ്റുള്ളവർ എങ്ങനെ അറിയും? 1000 മുഖങ്ങളുള്ള ദേവവര്യനായിരിക്കുന്ന ആദിശേഷൻ പോലും അവിടുത്തെ ഗുണഗണങ്ങൾ ഗാനം ചെയ്ത് ഇന്നും അതിൻ്റെ അവസാനം കാണുന്നില്ല. ഇതിലത്തെ വ്യാഖ്യാനം നോക്കാം നമുക്ക്. യസ്യാന്തമഹം ന വേദ്മി, എനിക്ക് പോലും ആ ഭഗവാന്റേതായിരിക്കുന്ന ആ മഹിമ അന്തം എന്താണ്, അദ്ദേഹത്തിൻ്റെ അവസാനം എന്നതിനെ പറ്റിയിട്ട് അറിവില്ല. മുനയോപി ന വിദന്തി, ആ സനകാദി മുനിമാർക്ക് പോലും അതിനെ പറ്റിയിട്ട് അറിവില്ല. ശേഷോപി, ആ ശേഷന് പോലും സഹസ്രമുഖേന 1000 മുഖങ്ങൾ കൊണ്ട് ഗുണാൻ, ആ ഗുണങ്ങളെ കീർത്തിക്കുന്ന പ്രത്യക്ഷ അങ്ങനെ ഗാനം ചെയ്തിട്ട് പോലും യസ്യ പാരം, അതിൻ്റെ അപ്പുറം ന പ്രാപ്നോതി, പ്രാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നർത്ഥം. അപ്പോൾ അതിലത്തെ ആ വ്യാഖ്യാനം ഒന്നുകൂടി നോക്കാം. യസ്യ അന്തമഹം ന വേദ്മി മുനയോപി ന വിദന്തി, യസ്യ അന്തമഹം ന വേദ്മി മുനയോപി ന വിദന്തി ശേഷോപി സഹസ്രമുഖേന ഗുണാൻ ഗായൻ സംഭ്രശ്യതി. അപ്പോൾ എന്താണ്, ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ശ്ലോകങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.